Good morning everyone. Welcome to our new class. ഇന്ന് നമുക്ക് മാത്സ് തന്നെ പഠിക്കാം. അപ്പം സെക്കൻഡ് ക്ലാസ്സിലേക്കുള്ള ഗ്രൂപ്പിംഗ് ആൻഡ് ഷെയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അതിലെ വേർഡ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം, അതായത് കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷൻ എങ്ങനെ എഴുതാം വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് സൊല്യൂഷന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അടക്കം എഴുതി ആൻസർ സോൾവ് ചെയ്യേണ്ട ടൈപ്പ് 4 മാർക്സ് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ബോർഡ് എക്സാമിന് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രോപ്പറായ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അടക്കം സൊല്യൂഷൻ കംപ്ലീറ്റ് ആയി എഴുതി കംപ്ലീറ്റ് സ്കോർ നമുക്ക് വാങ്ങാമെന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വീണ്ടും ഗ്രൂപ്പിംഗ് ആൻഡ് ഷെയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ വേർഡ് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഞാൻ അന്ന് എടുത്തിട്ടുള്ള സെയിം വർക്ക്ഷീറ്റ് തന്നെയാണ് കേന്ദ്രീയ വിദ്യാലയയുടെ KVയുടെ ക്ലാസ് സെക്കൻഡിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷീറ്റാണ് ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഐ വിൽ റീഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Rita has 35 flower pots. She keeps her pots in even rows of 7. How many flower pots are there in each row? So, Rita is having 35 flower pots. I will write the question here. So, I will read the question one more time. Rita has 35 flower pots. So, from the first sentence, we will get how many flower pots are there? The number of flower pots. How to write the statement? The number of flower pots equal to. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. എത്ര നമ്പർ ഓഫ് ഫ്ലവർ പോട്ട്സ് ഉണ്ട്? 35. നെക്സ്റ്റ്, ഷീ കീപ്സ് ഹെർ പോട്ട്സ് ഇൻ ഈവൻ റോസ് ഓഫ് 7. Then the number of rows. The number of rows equal to 7. So അവിടെ 35 ഫ്ലവർ പോട്ട്സ് ഉണ്ട്. ആ ഫ്ലവർ പോട്ട്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? 7 നിരകളിലായിട്ടാണ് ഫ്ലവർ പോട്ട്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 35 ഫ്ലവർ പോട്ട്സ് ഉണ്ട് മൊത്തം. അത് 7 നിരകളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മെനി ഫ്ലവർ പോട്ട്സ് ആർ ദർ ഇൻ ഈച്ച് റോ. അപ്പോൾ ഓരോ നിരയിലും അല്ലെങ്കിൽ ഓരോ വരിയിലും എത്ര ഫ്ലവർ പോട്ട്സ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുവാണ്. വളരെ ഈസിയാണ് അല്ലേ. 35 ഫ്ലവർ പോട്ട്സ് 7 നിരയിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നിരയിലും എത്ര ഫ്ലവർ പോട്ട്സ് വീതം ഉണ്ടാകും? The number of flower pots in each row equal to 35 divided by 7. അപ്പം I think all of you know the table of 7. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. What is the multiplication table of 7? 7 ones are 7, 7 twos are 14, 7 threes are 21, 7 fours are 28, 7 fives are 35, 7 fives are 35. So what will be the answer? The number of flower pots in each row will be 5. There will be 5 number of flower pots in each row. So that is the answer. അവിടെ 35 ഫ്ലവർ പോട്ട്സ് ഉണ്ടായിരുന്നു. ഓരോ നിരയിലും എത്ര ഫ്ലവർ പോട്ട്സ് ഉണ്ടാവും? എത്ര നിരകളുണ്ട്? 7 നിരകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ നിരയിലുള്ള ഫ്ലവർ പോട്ട്സ് 35/7 5. അപ്പോൾ 5 ഫ്ലവർ പോട്ട്സ് ഉണ്ട്. ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 by 1 ആയിട്ട് ഓർഡറിൽ എഴുതിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്സ് കിട്ടും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ Garima has 24 fish. So first statement എങ്ങനെ എഴുതാം? The number of fishes. The number of fishes equal to 24. ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്ലൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ കിട്ടുന്ന ഫസ്റ്റ് ക്ലൂ ആണിത്.
അടുത്ത എന്താ? ഷീ കീപ്സ് 3 fish in each bowl. In one bowl she is keeping 3 fishes. The number of fishes in one bowl equal to 3. So she is keeping 3 fishes in one bowl. Okay, she is keeping 3 fishes. 3 fishes in one bowl. Then how many number of bowls will be there? അതായത് 24 ഫിഷസ് ഉണ്ട്. ഓരോ ബൗൾസിലായിട്ട് വെള്ളം നിറച്ചിട്ട് അതിലാണ് ഗ്യാരിമ വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു ബൗളിൽ 3 ഫിഷസ് വീതം വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എത്ര ബൗൾസ് വേണ്ടി വരും ഈ 24 ഫിഷസിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എത്ര ബൗൾസ് വേണ്ടി വരും? ഓൾസോ ഹിയർ ഓൾസോ വി വാണ്ട് ടു ഡു ഡിവിഷൻ അല്ലേ. അത് 24 ഫിഷസിന് 3 ഫിഷസ് വീതം ഓരോ ബൗളിലും വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 24 ഡിവൈഡ് ബൈ 3 ചെയ്യണം. സോ ഹൗ മെനി ഫിഷ് ബൗൾസ് ആർ ദർ? ദ നമ്പർ ഓഫ് fish bowls equal to 24 divided by 3 equal to 8. Why 8? 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയാം. 3 ones are 3, 3 twos are 6, 3 threes are 9, 3 fours are 12, 3 fives are 15, 3 sixes are 18, 3 sevens are 21, 3 eights are 24, 3 nines are 27, 3 tens are 30. So 3 eights are 24. So 24 divided by 3, 8. That means 8 threes are, so that is the answer. 8 threes are 24. So there will be 8 bowls of 3 fishes each. So this is the solution for the next question. That is second question we have discussed. So I am erasing this answer. Nakul scooped 16 scoops of ice cream equally into 8 cones. How many scoops of ice cream are there in each cone? Nakul scooped 16 scoops of ice cream equally onto 8 cones. To 8 cones he is scooping 16 scoops of ice cream. How many scoops of ice cream are there in each? How many scoops of ice cream are there in each cone? So total 16 scoops of ice cream. How many number of cones are there? 8 cones are there. So we will write the statement. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. അതായത് 16 സ്കൂപ്സ് ഓഫ് ഐസ്ക്രീം ടോട്ടൽ ചെയ്തിട്ടുണ്ട്, സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. എത്ര കോണിലോട്ടായിട്ട്? 8 കോണിലോട്ടായിട്ട് അല്ലേ. അപ്പം ഒരു കോണിൽ എത്ര ഐസ്ക്രീം, എത്ര സ്കൂപ്പാണ് ആഡ് ചെയ്തത്? നകുൽ സ്കൂപ്പ്ഡ് 16 scoops of ice cream equally onto 8 cones. 16, 8 cones. How many scoops of ice cream are there in each cone? So the total number of
ice cream scoops equal to 16, right? The number of cones total. How many cones are there in total? 8. Okay. So the number of scoops in each cone equal to, say the answer, 16 divided by 8, right? 16 divided by 8 will provide you the number of scoops in one cone. That means 16 divided by 8, you have to say the multiplication table of 8. 8 ones are 8, 8 twos are 16. So there will be 2 scoops in each cone. അതായത് ടോട്ടൽ 16 സ്കൂപ്സ് ഐസ്ക്രീം ചെയ്തിട്ടുണ്ട്. ഒരു കോണിൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര കോൺസ് ഉണ്ട്? 8 കോൺസ് ഉണ്ട്. സോ ഒരു കോണിൽ ചെയ്തിട്ടുണ്ടാവും 2 സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം സ്കൂപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ 8 കോണിൽ വരുമ്പോൾ 8 × 2 16 സ്കൂപ്സ് ആണ്. മനസ്സിലായോ എല്ലാവർക്കും? Hope you understood these 3 word problems, right? All of you understood? Is there any doubt? You should inform me through your comments. Okay? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് വഴി എന്തായാലും അറിയിക്കണം, റൈറ്റ്? സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ 3 വേർഡ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വേർഡ് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.